രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ ഇന്ന് UDF ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ എന്നിവയെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. ഓരോ ജീവനുകളും ദിവസം പൊലിഞ്ഞോണ്ടിരിക്കുക. ഓരോ ദിവസം IFTക്കറിയാ ഈ വയനാടിന് ഏറ്റവും പൾസർ ചെയ്യുന്ന ആളാ. ഒരു റിപ്പോർട്ടാണ് നിങ്ങള്. എന്താ ഞങ്ങൾ ആരോടാ പ്രതികരിക്കേണ്ടത്? ആരോടാ പ്രതിഷേധിക്കേണ്ടത്? നിരന്തരം ഓരോ ദിവസം നാട്ടിലിറങ്ങിയിട്ട് ആനകള് അല്ലെങ്കിൽ കടുവ നിരന്തരം ആളുകൾ ജീവനെടുത്തോണ്ടിരിക്കുക. ഈ വയനാട് ചേർന്ന് എന്താ രണ്ടാം മക്കുണ്ടായ മക്കളോ? ഇന്നവരെ ഇപ്പൊ 2-3 ജീവനുകൾ അടുത്ത ദിവസം പൊലിഞ്ഞു. ഇന്നവരെ ഒരു മുഖ്യമന്ത്രി അയാൾക്ക് ജില്ലാ സമ്മേളനത്തിലൊക്കെ പോകാൻ സമയമുണ്ട്. ഈ വയനാട്ടിലെ ആ പാവങ്ങളെ വീടുകൾ വരെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരോട് പറയും? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇങ്ങനെയല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചോണ്ടിരിക്കുക. ആരോടാണ് ഞങ്ങൾ പറയാ? ഒരു പ്രശ്നവും സാധാരണ എല്ലാ സമയത്തുണ്ടാകുന്ന പോലെ തന്നെ എല്ലാ ഹർത്താലുകൾക്കും ഞങ്ങള് 10-15 മിനിറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ വിടലാണ്. ഇത് ഇന്ന് ആ CI വന്നിട്ട് ഞങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് ചെയ്തത്. സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CPMന്റെ അച്ചാരം വാങ്ങി വന്നിരിക്കുക അദ്ദേഹം. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതീവ ഗുരുതരമായ ഈ അവസ്ഥയിൽ 2 ദിവസത്തിനിടെ വയനാട്ടിൽ മാത്രം 2 ജീവനുകൾ പോകുമ്പോൾ സ്വാഭാവികമായി ഈ പ്രതിഷേധവും ഈ രോഷപ്രകടനവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഇപ്പോൾ പോലീസും സമരക്കാരും തമ്മിൽ ഇങ്ങനെ ഒരു വാക്കേറ്റവും ഒരു സംഘർഷവും ഒക്കെ ഉണ്ടാവാൻ കാരണം? ശ്രീജ, ഹർത്താൽ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം ഈ വയനാട് ജില്ലയുടെ പ്രവേശന കവാടം താമരശ്ശേരി ചുരത്തിനിപ്പുറം UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയാനുള്ള നീക്കം നടത്തുകയായിരുന്നു. അവർ ഈ പ്രവേശന കവാടത്തിൽ വാഹനങ്ങൾ ഉപരോധിക്കുകയാണ്. നേരത്തെ കുറച്ചുകൂടി പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. സാധാരണഗതിയിൽ 10-15 മിനിറ്റൊക്കെ ചുരം ബ്ലോക്കാക്കാൻ അനുവദിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അതിനുപോലും അനുവദിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പ്രവർത്തകർ ഇപ്പോൾ കവാടത്തിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. 2 വശവും വാഹനങ്ങൾ കിടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ചുരത്തിലേക്ക് വാഹനങ്ങൾ ചുരത്തിൽ നിന്നും കടത്തിവിടാത്ത ഒരു സാഹചര്യമാണുള്ളത്. അടിയന്തരമായി പോകേണ്ട ചില വാഹനങ്ങൾ മാത്രമാണ്. മറ്റു വാഹനങ്ങളൊക്കെ ഇപ്പോൾ കുരുങ്ങിക്കിടക്കുന്നത് ഈ UDF പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരം, അവരുടെ ഹർത്താൽ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കൂടുതൽ പ്രവർത്തകരൊക്കെ ഇവിടെയൊക്കെ എത്തിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഇവിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത് നീക്കി. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ആണിപ്പോൾ പ്രവർത്തകർ ഈ കവാടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശത്തൂടെ വാഹനങ്ങൾ താഴേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് ഈ കോഴിക്കോട്ടിനും വയനാടിനും ഇടയിലുള്ള അപ്രവേശന കവാടം എന്ന ആ ഒരു മേഖല, അവിടെയാണ് പ്രതിഷേധവുമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വയനാട് ജില്ല തികഞ്ഞൊരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓരോ ദിനം എന്ന രീതിയിൽ ആളുകൾ മരിക്കുന്ന ഒരു കാഴ്ച, കാട്ടാനയുടെയും കടുവയുടെയും ഒക്കെ ആക്രമണത്തിൽ മരിക്കുന്ന ഒരു കാഴ്ച. ജില്ലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. നിരന്തരം ഓരോ ദിവസവും ഓരോ ജീവനുകൾ പൊലിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ അവസ്ഥയിൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്രയും മരണങ്ങൾ തന്നിട്ട് ഈ വയനാട്ടിൽ ഇന്നേ വരെ സന്ദർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ. ഇനി ഞങ്ങൾ എങ്ങനെയാ ഈ നാടും കാടും വേർതിരിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? ഇത് അറസ്റ്റ് ചെയ്ത് നീക്കുക. ഇവർ വിചാരിച്ച് ഞങ്ങൾ 4-5 UDF ഉള്ളതില് സ്റ്റേഷൻ മാർച്ച് അടക്കം വെച്ചിട്ട് ഞങ്ങൾ UDF ഒന്നടക്കം വയനാട് ഇറങ്ങിയിട്ട് സ്റ്റേഷൻ മാർച്ച് അടക്കം വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അറസ്റ്റ് ചെയ്യാൻ പറ്റും? ജനങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ അറസ്റ്റ് ചെയ്ത
ശേഷിക്കുന്നതില്ല. ലക്കിടിയിൽ എന്തായാലും ഗതാഗതം സ്ഥാപിക്കാൻ അതോടൊപ്പം അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. കാര്യമായി തന്നെയുള്ള ഒരു ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സാധാരണഗതിയിൽ വയനാട് ഹർത്താൽ തുടങ്ങിയ ആദ്യം ഗതാഗതങ്ങൾ തടയുന്ന ഒരു സ്ഥലം കൂടി ലക്കിടിയാണെന്ന് പറയാം. ലക്കിടിയിലാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ചിരിക്കുന്ന ഹർത്താൽ അനുകൂലികളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് നേരിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നേരത്തെ ഒരു വിഭാഗം അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഇവിടെ അതായത് ചുരത്തിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഹർത്താൽ അനുകൂലികളെയൊക്കെ അവിടുന്ന് മാറ്റുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചുരം തുടങ്ങുന്ന ഭാഗത്താണ്. വയനാടിന്റെ മറ്റു ഭാഗത്തൊക്കെ ഈ തരത്തിലൊരു പ്രതിഷേധമുണ്ടോ, അതോ സമാധാനമായ കാര്യങ്ങൾ പുരോഗമിക്കുകയാണോ? ശ്രീജ, മറ്റിടങ്ങളിൽ ഇത്ര പ്രതിഷേധം ആയിട്ടില്ല. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ഹർത്താൽ അനുകൂല പ്രകടനവുമായി രംഗത്തെത്തിയത്. സാധാരണഗതിയിൽ ഈ പതിവാണ്. ഈ വയനാട് ജില്ലയിൽ ഹർത്താൽ നടക്കുമ്പോൾ ഈ ചുരം ഭാഗത്ത് അവസാനിക്കുന്നിടത്ത് വയനാടിന്റെ ഒരു പ്രവേശന കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്ത്. പക്ഷേ ഇന്നിപ്പോൾ അതിനുള്ള അധികം സമയം നൽകാതെ തന്നെ പോലീസ് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ പ്രതിഷേധക്കാരെ നീക്കിയിരിക്കുന്നു. വാഹന ഗതാഗതം സുഗമമാക്കിയിരിക്കുന്നു. ഇരുവശത്തേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആദ്യം ഏതാണ്ട് 20ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ ആദ്യം എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീടാണ് കുറച്ച് പ്രവർത്തകർ കൂടി സ്ഥലത്തേക്ക് എത്തുകയും അവരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്ന. ഇതോടുകൂടി വാഹന ഗതാഗതം ഏതാണ്ട് സുഗമമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രവേശന കവാടമുള്ള ലക്കിടി, ഈ ക്ഷേത്രത്തിന് സമീപമുള്ള ആ ഭാഗത്താണ് പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്നത്. ആ പ്രതിഷേധക്കാരെ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. ജില്ലയിലെ മറ്റിടങ്ങളിലൊന്നും രാവിലെ വാഹനങ്ങൾ തടയുകയോ അല്ലെങ്കിൽ ഇതുപോലെ പോലീസുമായി കയ്യേറ്റമുണ്ടാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. അല്പസമയത്തിനകം പ്രതിഷേധ പ്രകടനം ഈ ഹർത്താൽ അനുകൂലികൾ നടത്തും. ഒരുപക്ഷെ ആ സമയത്ത് കൂടുതൽ പ്രതിഷേധം പോലീസിനെതിരെയും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വീണ്ടും ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് വയനാടൻ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ്, ഈ കാട്ടാനയുടെ ആക്രമണമുണ്ടായ ഭാഗത്തൊക്കെയുള്ള ഒരു അവസ്ഥ എന്താണ്? അവിടെ ഇന്നലെയൊക്കെ നമ്മൾ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. ഈ ഒരു UDF ഇപ്പോൾ അങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ ആ ഭാഗങ്ങളിലൊക്കെ ആ സമരത്തിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ടോ? മേപ്പാടി മേഖലയിലായിരുന്നു ഇന്നലെ പ്രതിഷേധം നടന്നത്. പ്രത്യേകിച്ചും ഈ സർക്കാർ ഉറപ്പുകൾ നൽകണം, അല്ലെങ്കിൽ ADM അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു ഇന്നലെ മേപ്പാടിയിൽ ഈ അട്ടമല ഭാഗത്ത് പ്രതിഷേധം നടത്തിയത്. പക്ഷേ അക്കാര്യത്തിൽ പിന്നീട് ADM സ്ഥലത്തെത്തുകയും ഈ പ്രതിഷേധക്കാർക്ക് ചില ഉറപ്പുകളൊക്കെ നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പിന്നീട് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്തു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് മരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ആ ഘട്ടത്തിലെ സമരമൊക്കെ തീർന്നു. അതിനുശേഷമാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ച് ഇന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് മേപ്പാടി ഭാഗത്ത് ഇന്ന് കാര്യമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ ഒരു 10 മണിയോടുകൂടിയൊക്കെ തന്നെ ആ മേഖലയിലും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാടിൻ്റെ എല്ലാ മേഖലകളിലും ബത്തേരിയിലും മാനന്തവാടിയിലും മേപ്പാടിയിലും കൽപ്പറ്റയിലും ഒക്കെ പ്രതിഷേധ പരിപാടികളുണ്ടാവും. പക്ഷേ ഒരു ജില്ലാ ആസ്ഥാനം എന്ന രീതിയിൽ കൽപ്പറ്റയിലാവും കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്കുള്ള സാധ്യതയുള്ളത്. കൽപ്പറ്റയിലേക്കാണ് പ്രവർത്തകർ കൂടുതലായി തമ്പടിച്ചു വരിക. എന്തായാലും ഈ ചുരം അവസാനിക്കുന്ന ലക്കിടി ഭാഗത്തുള്ള പ്രതിഷേധം നടത്തിയ അല്ലെങ്കിൽ വാഹനങ്ങൾ തടഞ്ഞിട്ട പ്രവർത്തകരെ പൂർണ്ണമായും നീക്കിയിരിക്കുന്നു. അവരെ പോലീസ് ബലം പ്രയോഗിച്ചതിനെ അറസ്റ്റ് ചെയ്ത് സ്ഥലത്തു നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ കാര്യമായി ഈ ചുരം കടന്ന് വരാത്ത ഒരു സാഹചര്യമുണ്ട്. ഹർത്താലാണെന്ന് അറിയാം. അതുകൊണ്ട് വിനോദസഞ്ചാരികളടക്കമുള്ള ആളുകൾ വലിയ തോതിൽ ഇങ്ങോട്ട് വരുന്നില്ല. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാര്യമായി സർവീസ് നടത്തുന്നില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാരണം ഈ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ജനം അങ്ങേയറ്റം പ്രകോപിതരായി നിൽക്കുന്ന സാഹചര്യം, അടിക്കടി വന്യജീവി ശല്യത്തിൽ ആളുകളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം, ഒരു വശത്ത് കടുവയാണെങ്കിൽ മറ്റൊരു വശത്ത് പുലിയുടെ ശല്യം, ഇതിനുമപ്പുറമാണ് ആനകളുടെ ശല്യവുമായി ജനം പൊറുതിമുട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 പേരുടെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ജനങ്ങൾ അങ്ങേയറ്റം പ്രകോപിത
ദുരിതരായേക്കും എന്ന ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെയാണ് ബസ് സർവീസുകൾ നടത്താതിരിക്കുന്നത്. കടകമ്പോളുകൾ നമുക്ക് ഇപ്പോഴത്തെ ലക്ഷണം വെച്ച് നോക്കിയാൽ ഏതാണ്ട് അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത. സാധാരണഗതിയിൽ രാവിലെയൊക്കെ ഈ വയനാട്ടിലെ ഹോട്ടലുകളും മറ്റുമൊക്കെ തുറക്കേണ്ടതാണ്. കാരണം ഈ പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികളടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം കടകളൊന്നും രാവിലെയും തുറക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ജനജീവിതം ഇന്ന് ഏതാണ്ട് പൂർണ്ണമായ സ്തംഭനത്തിലേക്ക് നീങ്ങും എന്ന ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ കിട്ടുന്നത്. സാധാരണഗതിയിൽ വലിയ തോതിൽ ഈ വാഹനങ്ങൾ ഓടുന്ന ഒരു വഴിയാണ് ചുരം വഴിയുള്ള ലക്കിടി ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിൽ വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറുവശത്തുള്ള ഈ കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവയൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ശ്രീജ. അനീഷ്, ഈ ഇന്നലെ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഒക്കെ കർഷകരുടെ നേതൃത്വത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ അതിന് വലിയ രീതിയിലുള്ളൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. കടകളൊക്കെ തുറന്നു, എല്ലാ ജനജീവിതമൊക്കെ സാധാരണ പോലെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി എങ്ങനെയായിരിക്കും? ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പിന്തുണ, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ആ തരത്തിലൊരു പിന്തുണയുണ്ടോ UDF-ന്റെ ഹർത്താലിന്? ആദ്യം കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിന് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. അവരാരും ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ആ ഹർത്താൽ പുരോഗമിക്കുമ്പോൾ മറ്റൊരു ജീവൻ കൂടി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ UDF-ഉം LDF-ഉം തമ്മിൽ ഇക്കാര്യത്തിൽ ചില ഭിന്നതകളുണ്ട്. കാരണം ഈ വന്യജീവി ശല്യം നേരിടുന്നതിനുള്ള നിരവധി കാര്യങ്ങൾ നടക്കുമ്പോഴും ഹർത്താൽ സംഘടിപ്പിച്ച് ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന ഒരു ആക്ഷേപമാണ് ഈ LDF-ന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വന്യമൃഗ ശല്യം, ഒപ്പം പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ചും ചൂരൽമല ദുരന്തം പോലുള്ള കാര്യങ്ങൾ നടന്ന് വയനാട്ടിലെ ജനജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. ടൂറിസം മേഖലയും ഒക്കെ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ. കാരണം വലിയൊരു നാശം ഈ ടൂറിസം മേഖലയ്ക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ എത്തുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളില്ല. അടിക്കടി ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്നത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കാനേ കഴിയൂ. MP അടക്കമുള്ള ആളുകൾ, ഈ പ്രിയങ്ക ഗാന്ധി ആയാലും നേരത്തെ രാഹുൽ ഗാന്ധിയൊക്കെ ആയാലും, അവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്ന ഒരു നിലപാടിലേക്കാണ് CPM-ഉം LDF-ഉം എത്തിയത്. എന്തായാലും അവരുടെ പിന്തുണ ഈ സമരത്തിനില്ല. അവർ പറയുന്നത് ചർച്ചകളിലൂടെയും കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയും കേന്ദ്ര വനനിയമത്തിലെ ഭേദഗതിയിലൂടെയും മറ്റും മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഇത്തരം പ്രശ്നങ്ങൾക്ക് കാണാൻ കഴിയൂ. മറിച്ച് ജനജീവിതം സ്തംഭിപ്പിച്ചതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ലെന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ UDF ആട്ടെ പറയുന്നത് ഓരോ ദിവസവും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടൊരു ശാശ്വത പരിഹാരത്തിലേക്ക് ഇനിയും സർക്കാർ വളരെ പെട്ടെന്ന് നീങ്ങണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ